മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു. രാംനാഥ് കോവിന്ദിൻ്റെ ജീവിത പോരാട്ടങ്ങളും രാഷ്ട്രപതി എന്ന നിലയിലുള്ള സേവനങ്ങളും വിവരിക്കുന്ന ആത്മകഥ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിനും സമൂഹത്തിനും വലിയൊരു പൈതൃകമായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായുള്ള ദീർഘകാലത്തെ ഊഷ്മളമായ വ്യക്തിബന്ധവും അദ്ദേഹത്തിന്റെ ലളിത ജീവിതവുമാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചത്. രാഷ്ട്രപതി ഭവനിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് ശേഷം തിരികെ പോകുമ്പോൾ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് തനിക്കൊപ്പം കാറിന്റെ വാതിൽ വരെ നടന്നെത്തി യാത്രയാക്കിയിരുന്ന രാംനാഥ് കോവിന്ദിന്റെ എളിമ മറക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി को छोड़ने के लिए गाड़ी के दरवाजे तक आते थे. രാഷ്ട്രപതിയായ ശേഷം സ്വന്തം ഗ്രാമമായ പൗരംഗ് സന്ദർശിച്ചപ്പോൾ ഗ്രാമത്തിലെ മണ്ണിൽ തൊട്ട് വന്ദിക്കുകയും പഴയ അധ്യാപകരുടെ പാദങ്ങളിൽ വീണ് അനുഗ്രഹം തേടുകയും ചെയ്ത രാംനാഥ് കോവിന്ദിന്റെ ലാളിത്യവും ഭാരതീയ സംസ്കാരത്തിന്റെ മികച്ച ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഓരോ പൗരനും അഭിമാനം നൽകുന്ന ചിത്രമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതി बनने के बाद जब अपने गांव परौंग गए तो उन्होंने वहां अपने गुरुओं के पैर छूकर उन्हें प्रणाम किया. വ്യക്തിപരമായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യവും റിപ്പബ്ലിക്കും കൈവരിച്ച വിജയത്തിന്റെ സന്ദേശമാണ് പുസ്തകം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ പുതിയ തലമുറയും യുവാക്കളും രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ വായിച്ച് മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനം, ഡൽഹി.